ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അജയുടെയും ഭൂമിയുടെയും വിവാഹമൊക്കെ കഴിയാണ് കേട്ടോ. അപ്പോൾ പല കുതന്ത്രങ്ങളും മെനയുന്നുണ്ട് കേട്ടോ ഭവാനി. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആവുന്നില്ല. അതിനെല്ലാം മറികടന്ന് യഥാർത്ഥ അവകാശി, നമ്മുടെ സൗഭാഗ്യമംഗലത്തിലെ യഥാർത്ഥ അവകാശി തന്നെ നമ്മുടെ അജയുടെ ഭാര്യയായിട്ട് പടിയേറുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം തകിടം മറിഞ്ഞ ഒരു വിഷമത്തിൽ നിൽക്കുകയാണെങ്കിലും പല പല കുതന്ത്രങ്ങളും മെനയുന്നുണ്ട്. നമ്മുടെ ഭൂമിയെ അവിടെ നിന്ന് അടിച്ചോടിക്കാൻ, പിന്നെ സത്യങ്ങളും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഭൂമിയെ വകവരുത്താൻ തന്നെയുള്ള പുറപ്പാടിലാണ് കേട്ടോ നമ്മുടെ ഭവാനിയും അതുപോലെ തന്നെ അഞ്ജനയും കൂടെ ചേർന്നിട്ട്. അങ്ങനെ നമ്മുടെ ഭൂമിയും അതുപോലെ തന്നെ അജയുമായിട്ടുള്ള എഗ്രിമെൻ്റ് വിവാഹമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കുറേ നിബന്ധനകളോടുകൂടി ആയിരിക്കും കേട്ടോ വിവാഹമൊക്കെ കഴിച്ചിരിക്കുന്നത്. പരസ്പരം മറ്റൊരർത്ഥത്തിൽ തൊടാനോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ രണ്ടുപേരുടെയും സ്വകാര്യ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല. രണ്ടുപേരുടെയും സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ ആ എഗ്രിമെൻറ്റിൽ. അങ്ങനെ ഒരു മുറിക്കുള്ളിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ല, പക്ഷെ മുറിയിലേക്ക് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അതങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊക്കെ നമ്മുടെ ഭൂമിക്ക് കൽപ്പനയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അജയ്. അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഭൂമി നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ചെന്ന് കയറിയ ഉടനെ തന്നെ ഭൂമി എല്ലാവരെയും കയ്യിലെടുക്കുകയാണ് കേട്ടോ. മുത്തശ്ശീനെയും അതുപോലെ തന്നെ സത്യനെയും അങ്ങനെ എല്ലാവരെയും തന്നെ കയ്യിലെടുക്കുകയാണ് കേട്ടോ ഭൂമിയുടെ ആ ഒരു സ്വഭാവ സവിശേഷതകളും അതുപോലെ തന്നെ പെരുമാറ്റവും ഒക്കെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ്. എല്ലാവരും ഭൂമി ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് അജയ്ക്കും ഒരുപാട് സന്തോഷമാകുകയാണ്. കാരണം താനെടുത്ത തീരുമാനം നന്നായിരുന്നു എന്ന് തോന്നുകയാണ് കേട്ടോ. നയന തിരിച്ചു വരുന്നത് വരെ ഭൂമി തൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചു കൊള്ളട്ടെ, അതങ്ങനെ തന്നെ പോകട്ടെ, വീട്ടിലുള്ളവർക്കും അത് ഇഷ്ടമാണെങ്കിൽ അതങ്ങനെ തന്നെ പോട്ടെ എന്ന് തീരുമാനം എടുക്കാൻ കേട്ടോ അജയും. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് പൂജാമുറിയിൽ കയറി പൂജയൊക്കെ ചെയ്തിട്ട് എല്ലാവർക്കുമുള്ള ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുകയാണ്. അങ്ങനെ ആ വീട്ടിലെ ജോലികളെല്ലാം എടുപിടിയെന്ന് ചെയ്ത് തീർക്കാൻ കേട്ടോ എല്ലാവർക്കും രുചിയേറിയ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ എല്ലാം തന്നെ ഭൂമി ചെയ്യാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഭൂമി ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആ ചായ കുടിച്ചിട്ട് സത്യം പറയുന്നുണ്ട്, ഇത് അവൾ ഉണ്ടാക്കുന്ന അതേ ചായയുടെ രുചി അല്ലേ അമ്മേ? അതെ നിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടാക്കിയിരുന്ന അതേ രുചി. എന്താ പറയുക, എനിക്ക് ഇവള് വന്ന് കയറിയപ്പോൾ മുതൽ നിൻ്റെ മോളുടെയും ഭാര്യയുടെ ഒക്കെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിൽ വരികയാണ്. എന്തായാലും അവരെക്കുറിച്ച് ഓർക്കാൻ വേണ്ടി ഈശ്വരൻ നമ്മളുടെ പറഞ്ഞു വിട്ടതായിരിക്കും ഇവളെ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ മുത്തശ്ശി. അങ്ങനെ സത്യം പറയുന്നുണ്ട്, അവൾ ഉണ്ടാക്കി തന്ന ചായയുടെ മാധുര്യം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ എൻ്റെ ചുണ്ടിൽ വരുന്നതെന്നൊക്കെ പറയുമ്പോൾ ഭവാനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, അത്രയ്ക്ക് രുചിയൊന്നുമില്ല, ചുമ്മാ നിങ്ങൾക്ക് വെറുതെ തോന്നുക, ഏത് സമയം അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ തോന്നുക എന്ന് പറഞ്ഞിട്ട് ഭവാനി അങ്ങനെ ദേഷ്യപ്പെട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറഞ്ഞ സത്യന് കേൾക്കുമ്പോൾ വിഷമമാകുകയാണേ. മുത്തശ്ശി പറയുന്നുണ്ട്, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ടടാ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ രാവിലെ തന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അജയ് പറയുന്നുണ്ട്, ഇന്നത്തെ ഭക്ഷണത്തിന് അപാര ടേസ്റ്റ് ആണല്ലോ, എന്ത് പറ്റി ഇന്ന് നല്ല ഇതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇത് ഉണ്ടാക്കിയ ആളുടെ കൈക്ക് ഒരു പൊൻവള ഇടണം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലേ നിന്റെ ഭാര്യയുടെ കയ്യിൽ തന്നെ പൊൻവള, ഇന്നത്തെ കുക്ക് നിന്റെ ഭാര്യ. എന്തായാലും രാവിലത്തെ ചായയിൽ അവൾ തുടങ്ങിയതാ, ഇന്ന് മനസ്സും വയറും നിറഞ്ഞു. എത്ര നല്ല മിടുക്കി കുട്ടിയാന്ന് നോക്കി. അവളെ അവളുടെ വീട്ടുകാർ പഠിപ്പിച്ച് വിട്ടത് തന്നെ അത്ര തന്നെ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ കള്ളും കുടിച്ച് അതുപോലെ തന്നെ പോക്കിരിത്തരം കാണിച്ചിങ്ങനെ നടക്കാനല്ലേ എല്ലാവളുമാർക്കും അറിയുള്ളൂ. ഇതുപോലെ കുറേ പെൺപിള്ളേരുണ്ട്, നല്ല കുടുംബത്തിൽ ജനിച്ച് വളർന്ന് വന്ന് നല്ല രീതിയിൽ വളർത്തുന്ന കുറേ മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഞ്ജനയ്ക്കിട്ടൊരു കൊട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ അജയ് പറഞ്ഞിട്ട്, അത് മുത്തശ്ശി പറഞ്ഞത് ശരിയാ, ചിലതിൻ്റെ വളർത്തു ദോഷവും ഉണ്ട്, പിന്നെ ഓരോത്തിൻ്റെ അഹങ്കാരവും ഉണ്ട്, എന്നാലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അഞ്ജനനെ ഒന്നും പുകഴ്ത്തി പറയാത്തതുകൊണ്ട് മുത്തശ്ശി അഞ്ജനനെ അല്ല ഭൂമിനെ പുകഴ്ത്തി പറയാത്തതുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ നിന്റെ ഭാര്യ ഇത്രയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നീ നിന്റെ ഭാര്യനെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ, അത് പിന്നെ എന്ത് കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ്, ഞാൻ പറയുന്നതിന് പകരം നിങ്ങളെല്ലാവരും കൂടെ അവളെ പൊക്കി തലയിൽ വെച്ചിരിക്കുകയല്ലേ, ഇനി ഞാനും കൂടെ പറഞ്ഞാൽ പിന്നെ അവൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടും, അതുകൊണ്ടാണ് പറയാത്തത് എന്ന് പറയുന്നിട്ട് എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും സൂപ്പർ ഫുഡാണ് കേട്ടോ ഭൂമി എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കുന്നുണ്ട്. ഭൂമിക്കും ഒരുപാട് സന്തോഷമാകുകയാണ് കേട്ടോ. അങ്ങനെ ഇരുവരും കൈ കോർത്തിങ്ങനെ പിടിക്കുന്നത് കാണുമ്പോഴത്തേനും അഞ്ജനയ്ക്കും അതുപോലെ തന്നെ ഭവാനിക്കും ഒക്കെ ദേഷ്യം വരികയാണേ. രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പിടിക്കുന്നതൊക്കെ കണ്ടിട്ട്
അങ്ങനെ പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എണീക്കുന്ന സമയത്ത് കൈ കഴുകാനായിട്ട് പോകുമ്പോൾ അഞ്ജനയും അതുപോലെ തന്നെ അജയും കൂടെ നേർക്ക് നേരെ നിൽക്കുകയാണേ. ആ സമയത്ത് ഇങ്ങനെ അജയ് ഒഴിഞ്ഞു മാറി പോകാൻ ശ്രമിക്കുമ്പോൾ അഞ്ജന പറയുന്നുണ്ട്, നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, എൻ്റെയും അവളുടെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, പക്ഷേ അതത്ര ശാശ്വതമല്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചെങ്കിൽ അത് നടത്തിയിട്ട് ഞാൻ അടങ്ങുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഏത് ജന്മത്തിലാണെങ്കിലും നിൻ്റെ ഭാര്യ ഞാനായിരിക്കും. അതിനി എന്തൊക്കെ ചെയ്താലും എത്ര അവളുമാർ വന്നെങ്കിലും ശരി, ഭൂമി അധികം നാളിവിടെ താമസിക്കില്ല, അത് നീ ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടായിരിക്കും കേട്ടോ പോകുന്നത്. അത് കേട്ടുകൊണ്ട് നിൽക്കായിരിക്കും കേട്ടോ നമ്മുടെ ഭൂമിയും. അപ്പോൾ അഞ്ജന തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അതൊക്കെ നിൻ്റെ മനസ്സിൽ ചുരുട്ടിക്കൂട്ടി അങ്ങ് വെച്ചാൽ മതി കേട്ടോ. എൻ്റെ ഭർത്താവിനെ പിരിക്കാനേ നീയല്ല, ഇനി ഏത് പൊന്നു തമ്പുരാൻ വന്നെന്ന് പറഞ്ഞാലും നടക്കില്ല മോളെ എന്ന് പറഞ്ഞിട്ട് അജയനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ബായേട്ടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുകയാണ് കേട്ടോ. അപ്പോൾ അജയ്ക്കും ചിരി വരികയാണേ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഭവാനിയും അതുപോലെ തന്നെ അഞ്ജനയും കൂടെ പ്ലാൻ ചെയ്യാൻ കേട്ടോ. അമ്മേ, അവൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും അപകടം. അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. കുറച്ച് സ്വത്തും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എവിടെ ചെന്ന് നിന്നേനെ. അവളുടെ കൊമ്പ് ഓടിക്കണം, അതിനെന്തെങ്കിലും ഒരു വഴി അമ്മ എനിക്ക് പറഞ്ഞു തരണം. നമ്മൾ പ്ലാൻ ചെയ്തത് ഒന്നും നടന്നില്ല, ഇനി എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അവൾ എന്നോട് വെല്ലുവിളിക്കുക, ഞാൻ ആരുടെ മുൻപിൽ തലകുനിക്കാത്തവളാണ്. അവളുടെ മുൻപിൽ പലപ്പോഴും ഞാൻ തലകുനിച്ച് പോവുക. ആ അജയ് പോലും എന്നോട് തർക്കത്തിനും പറഞ്ഞിട്ടില്ല. അവൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതെന്നറിയാമോ അമ്മയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ ഭവാനി പറയുന്നുണ്ട്, മോളെ എല്ലാം ഞാൻ കാണുന്നുണ്ട്, എല്ലാം എനിക്ക് അറിയുകയും ചെയ്യാം. എന്തെങ്കിലും ഒരു അമിട്ട് പൊട്ടിക്കാൻ തന്നെ ഈ അമ്മ കാത്തിരിക്കുന്നത്. മോള് വിഷമിക്കാതെ, മോളെപ്പോലെ തന്നെയാണ് എനിക്കും. അവളുടെ അഹങ്കാരം, അവൾ വന്ന് കയറിയപ്പോൾ തന്നെ അവൾ എല്ലാവരെയും കയ്യിലെടുത്തില്ലേ അവളുടെ പാചകകല കൊണ്ട്. എന്തായാലും അതൊന്നും അധിക നാൾ നീളില്ല മോളെ, അത് ഞാൻ മനസ്സിൽ കുറിച്ച് വെച്ചതാ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് പുകച്ച് താടിക്കാനുള്ള വഴി ഈ അമ്മ കണ്ടെത്താം എന്ന് പറഞ്ഞ അഞ്ജനയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ ഭൂമിയാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശി വിളിക്കുകയാണ്, ഭൂമിയെ മോളെ ഭൂമി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശിയുടെ അടുക്കലേക്ക് ഭൂമി ചെല്ലുമ്പോഴത്തേക്കിനും അടുക്കളയിൽ മറ്റാരും ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ ഭൂമി. ഇതേ സമയത്ത് കറിക്കകത്ത് നിറച്ച് ഉപ്പ് വാരിയിടുകയാണ് കേട്ടോ നമ്മുടെ ഭവാനി. അങ്ങനെ കറിയിൽ ഉപ്പ് വാരിയിട്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഉപ്പുണ്ടോ എന്നിട്ട് ഇങ്ങനെ കഴിക്കണ പോലെ തോന്നുകയാണ് കേട്ടോ ഭവാനിക്ക്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കറി തിളച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് തിരികെ എത്തിയ നമ്മുടെ ഭൂമിയാണെങ്കിൽ കറി ഓഫൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചയാകും. ഉച്ചയ്ക്ക് ലഞ്ചിന് എല്ലാവരും വന്നിരിക്കുമ്പോഴത്തേക്കിനും ഇന്ന് എന്താ മോളെ കറി എന്നൊക്കെ ചോദിക്കാൻ, മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ട വിഭവമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണമൊക്കെ വിളമ്പുമായിരിക്കും കേട്ടോ. അങ്ങനെ ഭക്ഷണം വിളമ്പി ടേബിളിൽ വെക്കുകയാണ്. എല്ലാവരും വന്നിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ചോറും അതുപോലെ തന്നെ കറികളും ഒക്കെ എല്ലാവരും എടുക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി കറി കൂട്ടി നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് തുപ്പുവാണ്. എന്താ മുത്തശ്ശി എന്താ പറ്റിയതെന്ന് പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് അജയും ആ ഫുഡ് കഴിച്ച് നോക്കിയിട്ട് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കണോ, ഉപ്പിൻ്റെ കറിയോ, ഇത് നിറച്ച് ഉപ്പാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഭൂമി അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേനും ഭൂമി ശരിയാണല്ലോ, ഇത് ഒരുപാട് ഉപ്പുണ്ടല്ലോ, ഇത് എൻ്റെ അറിവിൽ സംഭവിച്ചല്ല എന്ന് പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ഭവാനി ചോദിക്കുന്നത്, നിൻ്റെ അറിവിൽ സംഭവിച്ചല്ലെന്നോ, നീയല്ലേ ഭക്ഷണം ഉണ്ടാക്കിയത്, ആ ഭാഗത്തേക്ക് ഞങ്ങൾ ആരും വന്നിട്ടില്ല, നീയല്ലേ ഫുഡ് ഉണ്ടാക്കിയത്, എല്ലാവരും കൂടെ തലയിൽ കയറ്റി വെച്ചത് കേട്ടിട്ട് അങ്ങ് ആർമാദിക്കല്ലായിരുന്നു, അപ്പോൾ എല്ലാം കൂടെ വാരിക്കൊടഞ്ഞിട്ട് കാണും, ഇപ്പം എല്ലാവർക്കും തൃപ്തിയായല്ലോ, എന്തായിരുന്നു പുന്നാര മരുമകൾ തലയിൽ കയറ്റി വെച്ചിരിക്കുകയല്ലായിരുന്നു, ഇപ്പം എന്തായി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ ഭൂമി മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല, ഉപ്പൊക്കെ കൂടുകയാണെങ്കിൽ ചെറിയൊരു രീതിക്ക് കൂടും, അല്ലാതെ ഇത്ര മാത്രം കൂടുമോ, ഇതെന്തോ സംഭവിച്ചാൽ മുത്തശ്ശി, അല്ലാതെ ഞാനൊന്നും ചെയ്തതല്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി സാരമില്ല മോളെ, ആർക്കും ഒരു അബദ്ധമൊക്കെ പറ്റും, മോള് വിഷമിക്കാതെ, അതിനിപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭവാനിയോട് പറയുന്നുണ്ട്, എടി നിനക്ക് വേണ്ടെങ്കിൽ നീ തിന്നണ്ട, അതിന് നീ ഇങ്ങനെ ആ കൊച്ചിനൊന്നും പറയാതെ, ഇപ്പം എന്തെങ്കിലും ഒരു അബദ്ധം ആർക്കും പറ്റും എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന അവസരം നീ അത് മുതലെടുത്തോണം കേട്ടോ എന്ന് പറഞ്ഞ ഭവാനിനെ വഴക്ക് പറയാൻ കേട്ടോ. ഈ സമയത്ത് അജയ് ഇങ്ങനെ നമ്മുടെ ഭൂമിനെ ഇങ്ങനെ നോക്കുമ്പം
ഭൂമി ഇങ്ങനെ കരയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ എല്ലാവരും പറയുന്നുണ്ട് കരയാതെ, എന്തിനാണ് നീ കരയുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ മിസ്റ്റേക്ക് അല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അഞ്ജന അവിടെ നിന്ന് ചിരിക്കുന്നത് കാണുകയാണേ. അഞ്ജന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ അജയ്ക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കുകയാണ് കേട്ടോ. അങ്ങനെ അഞ്ജന അവിടെ നിന്നും എണീറ്റ് പോയി കഴിയുമ്പോൾ അഞ്ജന സംസാരിക്കുന്ന കേൾക്കാണ് കേട്ടോ. അപ്പം അഞ്ജന പറയുന്നുണ്ട്, എന്തായാലും അമ്മേ ഉപ്പ് വാരി ഇട്ടത് കൊണ്ട് അവളുടെ കറി കുളവായി, എല്ലാവരുടെ മുൻപിൽ അവൾ നാറി, ഇതുപോലെ ഓരോ പണികൾ അവൾക്കിട്ട് കൊടുക്കണം അമ്മേ എന്നിങ്ങനെ പറയാനും കേട്ടോ. അത് കേൾക്കാനും കേട്ടോ അജയ്. അങ്ങനെ അജയ്ക്ക് കാര്യം മനസ്സിലാകുകയാണേ. തിരികെ അജയ് റൂമിലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മുടെ എന്താ ഭൂമിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഭൂമിയോട് പറയുന്നുണ്ട്, നീ എന്തിനാ വിഷമിക്കണം, നീ കരയാതെ എന്ന് പറയുമ്പോൾ എനിക്ക് അറിയാതെ പറ്റിയ അബദ്ധം, എല്ലാവരും ഇന്ന് ഭക്ഷണം ആരും കഴിച്ചില്ലല്ലോ, ഞാൻ കാരണം മുത്തശ്ശിക്കൊക്കെ മരുന്നൊക്കെ കഴിക്കേണ്ടതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അതൊന്നോർത്ത് നീ ടെൻഷൻ അടിക്കണം, നീ നന്നായിട്ട് തന്നെ ഫുഡ് ഉണ്ടാക്കിയത്, ഇതിൽ ആ അഞ്ജനയുടെ കൈ വന്നതാ എന്ന് പറയുമ്പോൾ അഞ്ജന എന്ത് ചെയ്തു, അഞ്ജന അവളുടെ അമ്മയോട് സംസാരിക്കുന്ന കേട്ടു ഉപ്പ് വാരി ഇട്ടെന്നൊക്കെ, അവൾ ചെയ്തതായിരിക്കും എന്ന് പറയുമ്പോൾ അയ്യോ അപ്പോൾ ഭവാനി അപ്പച്ചിയും അതിന് കൂട്ടുനിന്നോ, ആ മകള് പറയുന്നത് അല്ലേ തള്ള കേൾക്കുകയുള്ളൂ, അങ്ങനെ സംഭവിച്ചായിരിക്കും, എന്തായാലും അവളാണ് ഇത് ചെയ്തത്, അതെനിക്ക് ഉറപ്പാണ്, അവൾ പറയുന്നത് കേട്ടു, അതുകൊണ്ട് നീ ഒന്ന് കെയർഫുള്ളായിട്ട് ഇരുന്നോണം, നീ പാചകം ചെയ്ത് കഴിയുമ്പോൾ ആരെയും അങ്ങോട്ടേക്ക് അടുപ്പിക്കണ്ട, പിന്നെ അഞ്ജനേനെയും അവളെയും അങ്ങോട്ട് അടുപ്പിക്കണ്ട, അതെ നിനക്ക് തന്നെ ദോഷം ചെയ്യും. ഇപ്പോൾ ഞാൻ ഈ കാര്യം മുത്തശ്ശിയോട് ചെന്ന് പറയാൻ പോകുകയെന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമി പറഞ്ഞിട്ട് വേണ്ട, ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും മുത്തശ്ശി അറിയണ്ട, ഇതിപ്പോൾ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും പിന്നെ ഇവിടെ ചോദ്യം ചെയ്യലായി വഴക്കായി പ്രശ്നമായി, ഞാൻ വന്ന് കയറി രണ്ടാമത്തെ ദിവസം തന്നെ ഇവിടെ ഒരു വഴക്കും കാര്യങ്ങളും ഉണ്ടാവണ്ടേ, അതുകൊണ്ട് അതൊന്നും പറയാൻ നിൽക്കണ്ട, ഇത് എത്ര നാൾ ഇങ്ങനെ നീണ്ടു പോകുമെന്ന് ഞാനൊന്ന് കാണട്ടെ, അതിനുശേഷം നമുക്ക് പറയാം എന്ന് പറഞ്ഞിട്ട് അജയോട് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും പറയണ്ട എന്ന് ഞാൻ പറയാൻ കേട്ടോ. അപ്പോൾ അജയ് പറഞ്ഞിട്ട് തനിക്ക് വിശക്കുന്നുണ്ടോ, എനിക്ക് വിശപ്പൊന്നുമില്ല, നിങ്ങൾക്കൊക്കെയല്ലേ വിശക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ലാടോ, എന്തായാലും താനൊന്ന് സൂക്ഷിച്ചിരുന്നോണം കേട്ടോ, അവൾ എന്ത് ചെയ്യാൻ മടിക്കില്ല എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് അവളുടെ കളികളൊന്നും ഇനി നടക്കില്ല, ഞാനേ ഒന്ന് കെയർഫുള്ളായിട്ട് ഇരുന്നോളാം, സാറ് വിഷമിക്കേണ്ട എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അവിടെ മുതൽ തുടങ്ങാൻ കേട്ടോ അവരുടെ ആ ഒരു പ്രണയം. അങ്ങനെ നമ്മുടെ ഭൂമിക്ക് ഏതൊരു ആപത്ത് വന്നാലും ഓടിയെത്തുന്നുണ്ട് കേട്ടോ അജയ്. അജയുടെ കയ്യിൽ ഭൂമി എന്നും സുരക്ഷിതയായിരിക്കുമേ.